Hi, welcome back to Flutter Developer Course. ഈ ഒരു സെഷനിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, നമുക്ക് എങ്ങനെ നമ്മുടെ കോഡ് റീയൂസ് ചെയ്യാൻ സാധിക്കും. കോഡ് റീയൂസബിലിറ്റിയെ പറ്റി ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. കൂടാതെ എങ്ങനെ കസ്റ്റമായിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ വിഡ്ജറ്റ് എങ്ങനെ നമുക്ക് ഒരു സെപ്പറേറ്റ് ഫയലിൽ കീപ്പ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനായിട്ട് ഞാൻ ലിബിൽ വന്നിട്ട് പുതിയൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം, ന്യൂ പാക്കേജ്. അതിനുശേഷം ഞാൻ ആ പാക്കേജിന് 02 കസ്റ്റം ടെക്സ്റ്റ് എന്ന് നൽകുകയാണ്. ഓക്കെ, അതിനുള്ളിൽ ഞാൻ ഒരു പുതിയ ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പേര് കസ്റ്റം ടെസ്റ്റ് ഡോട്ട് എന്നായിരിക്കും. കസ്റ്റം ടെക്സ്റ്റ് .dart. ഓക്കെ, നമ്മൾ ഇതിലേക്ക് മെറ്റീരിയൽ .dart ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് മെറ്റീരിയൽ .dart. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. void main റണ്ണാപ്പിനുള്ളിൽ മൈ ആപ്പ് നൽകുന്നു. അത് എൻ്റെ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിരിക്കും. ക്ലാസ് മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. അതിനുള്ളിൽ എൻ്റെ ബിൽഡ് മെത്തേഡ് നൽകുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്തായിരിക്കും ഞാൻ ചെയ്യുന്നത്, എൻ്റെ ബേസിക് ആപ്പിൻ്റെ സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു മെറ്റീരിയൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിട്ടേൺ മെറ്റീരിയൽ ആപ്പ്. എൻ്റെ ഹോം പ്രോപ്പർട്ടി നൽകുന്നു. അതിനുശേഷം മൈ ആപ്പ്, മൈ ടെക്സ്റ്റ് ആപ്പ് എന്ന് നൽകുന്നു. മൈ ടെക്സ്റ്റ്. ഞാൻ മെറ്റീരിയൽ ആപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് എൻ്റെ മൈ ടെക്സ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതും എന്താണ്, ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് തന്നെയാണ് ഞാനവിടെ യൂസ് ചെയ്യുന്നത്. ക്ലാസ് മൈ ടെക്സ്റ്റ് ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ എൻ്റെ ബിൽഡ് മെത്തേഡ് നൽകുന്നു. ഇതിനുള്ളിൽ ഞാൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, അതിൻ്റെ സ്കാഫോൾഡ് ആയിരിക്കും ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ സ്കാഫോൾഡ് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ബോഡി ആയിട്ട് ഞാൻ ഇപ്പോൾ ഒന്നും തന്നെ നൽകുന്നില്ല, ഞാൻ നള്ളിന് കൊടുക്കുകയാണ്. ഓക്കെ, ഈ നള്ളിൻ്റെ സ്ഥാനത്തായിരിക്കും ഞാൻ എൻ്റെ കസ്റ്റമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത വിഡ്ജറ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ടെക്സ്റ്റാണ് കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലെ പ്രൈമറി ഫോക്കസ്. പിന്നെ സെക്കൻഡറി ഫോക്കസ് ഈ ഒരു കസ്റ്റം വിഡ്ജറ്റിനെ മറ്റൊരു ഫയൽ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡറി ഫോക്കസ്. ഓക്കെ, നമുക്കിവിടെ നൽകാം ക്രിയേറ്റിംഗ് എ ന്യൂ വിഡ്ജറ്റ്. ഞാനിനി എൻ്റെ പുതിയ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ വിഡ്ജറ്റിൻ്റെ പേര് മൈ ടെക്സ്റ്റ് വ്യൂ എന്നാണ്. ഈ വിഡ്ജറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഉപയോഗിക്കാൻ സാധിക്കും, കാരണം അതൊരു കസ്റ്റമായിട്ടുള്ള വിഡ്ജറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ മൈ ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന നെയിമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ എൻ്റെ വിഡ്ജറ്റ് ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. വിഡ്ജറ്റ് ക്ലാസ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ വിഡ്ജറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, മൈ ടെക്സ്റ്റ് വ്യൂ എന്ന് നൽകുന്നു. ഓക്കെ, എൻ്റെ വിഡ്ജറ്റ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എൻ്റെ വിഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്യാറുണ്ടല്ലേ, അതിലേക്ക് നമ്മൾ എന്താണ് നൽകുന്നത്, നമുക്ക് ഒരു സ്ട്രിങ് നൽകാനായിട്ട് സാധിക്കും. അതിലേക്ക് ടെക്സ്റ്റ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻപുട്ട് എൻ്റെ ഈ വിഡ്ജറ്റിലും നൽകാൻ സാധിക്കണം. അതിന് നമുക്ക് ഒരു പാരാമീറ്റർ വേണം. ആ പാരാമീറ്ററിലേക്ക് വാല്യൂ സ്വീകരിക്കപ്പെടണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യണം. ലേബൽ ഷുഡ് ബി ഇൻ സ്ട്രിങ്ങിലായിരിക്കണം. ലേബൽ, ഞാൻ ലേബൽ നൽകുന്നു. ഈ ലേബലിലേക്കായിരിക്കും എനിക്ക് എൻ്റെ ടെക്സ്റ്റ് വ്യൂവിൽ കാണേണ്ട, അതായത് ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന വിഡ്ജറ്റിൽ കാണേണ്ട ടെക്സ്റ്റ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ ടെക്സ്റ്റിൻ്റെ സ്കെയിലാണ്.
അതായത് അതിൻ്റെ എത്രമാത്രം സ്കെയിൽ ചെയ്ത് ഈ ടെക്സ്റ്റ് കാണണമെന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ നൽകുന്നത് ഒരു നെയിംഡ് പാരാമീറ്റർ ആയിട്ടായിരിക്കും നൽകുന്നത്. ഓക്കെ, നെയിംഡ് പാരാമീറ്റേഴ്സ് എപ്പോഴും കേളി ബ്രേസസിനുള്ളിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ കേളി ബ്രേസസ് നൽകി. ഇവിടെ ഞാൻ നൽകുന്ന ഡബിൾ ടൈപ്പിലാണ് നൽകുന്നത്. സ്കെയിൽ വാല്യൂ ഞാൻ നൽകുകയാണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ലേബൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊസിഷണൽ പാരാമീറ്ററാണ്. അതിൻ്റെ വാല്യൂ മസ്റ്റായിട്ട് നമ്മൾ നൽകിയിരിക്കണം. എന്നാൽ സ്കെയിൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇവിടെ ഓപ്ഷണലാണ്. കാരണം എന്താണ്? ഞാൻ കേളി ബ്രേസസിനുള്ളിലാണ് നൽകിയിരിക്കുന്നത് സ്കെയിൽ വാല്യൂ. ഇത് നമ്മൾ നൽകിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും എടുക്കുക? 3.0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എടുക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ കേളി ബ്രേസസിനുള്ളിൽ നൽകിയിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് നെയിംഡ് പാരാമീറ്റർ. ഇനി ഞാൻ എൻ്റെ വിഡ്ജറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം എൻ്റെ വിഡ്ജറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ലേബൽ പ്രിൻറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണണം. അത് ഇൻപുട്ട് സ്വീകരിക്കുന്നത് ലേബൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വഴിയായിരിക്കും. നമ്മളത് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ്? സ്കെയിൽ വാല്യൂ സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് മൈ ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ വിഡ്ജറ്റിൻ്റെ ജോബ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഞാൻ റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ സെൻറ്റർ വിഡ്ജറ്റ് യൂസ് ചെയ്യാണ് ഞാൻ. ഓക്കെ, ഇതിൻ്റെ ചൈൽഡായിട്ട് ഞാൻ നൽകുന്നത് എന്തായിരിക്കണം? എൻ്റെ ടെക്സ്റ്റ് ആയിരിക്കണം. ആ ടെക്സ്റ്റ് എവിടെ നിന്നായിരിക്കും എനിക്ക് ഗെറ്റ് ചെയ്യുന്നത്? എവിടെ നിന്നായിരിക്കും എനിക്ക് ആ ടെക്സ്റ്റ് കിട്ടുന്നത്? എൻ്റെ ലേബലിൽ നിന്നായിരിക്കണം എനിക്ക് ആ ടെക്സ്റ്റ് റിസീവ് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ലേബൽ, ഞാനിവിടെ ലേബൽ ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഇനി എന്താണ്? എനിക്ക് ടെക്സ്റ്റ് സ്കെയിൽ ഫാക്ടറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്കെയിൽ ഫാക്ടർ സ്കെയിൽ എന്ന് പറയുന്ന വേരിയബിളിൽ നിന്ന് ആക്സസ് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫോൾട്ടായിട്ട് ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാല്യൂ ഒന്നും പാസ് ചെയ്തില്ലെങ്കിൽ ഈ വാല്യൂ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ ടെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ടെക്സ്റ്റ് അലൈൻ, അതെവിടെയായിരിക്കും എൻ്റെ ടെക്സ്റ്റ് അലൈൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് സെൻറ്ററിലായിരിക്കും അലൈൻ ചെയ്യുക. ടെക്സ്റ്റ് അലൈൻ ഡോട്ട് സെൻറ്റർ. ഇപ്പോൾ എൻ്റെ വിഡ്ജറ്റ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? എൻ്റെ ഈ വിഡ്ജറ്റിനെ ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ ബോഡിയിൽ ഇവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ നള്ള് റിമൂവ് ചെയ്തു. അതിന് പകരമായി നള്ള് റിമൂവ് ചെയ്തിട്ട് എൻ്റെ കസ്റ്റം വിഡ്ജറ്റിനെ ഞാനിവിടെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ വന്നിരിക്കുകയാണ്. എന്താണ്? ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ടും ഒരു വാല്യൂ നൽകിയിരിക്കണം. ഏത് വാല്യൂ ആയിരിക്കും? അതായത് പൊസിഷണൽ പാരാമീറ്ററായിട്ട് നമ്മൾ നൽകിയിട്ടുള്ള ലേബൽ പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ വാല്യൂ നൽകുന്നു, ഹലോ എന്ന് നൽകുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ റൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ആപ്ലിക്കേഷൻ റൺ ചെയ്യാനായിട്ട് കസ്റ്റം ടെക്സ്റ്റിൽ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൺ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹലോ എന്ന ഒരു ടെക്സ്റ്റ് വന്നിരിക്കുകയാണ്. ഈ ടെക്സ്റ്റ് എവിടെ നിന്നായിരിക്കും വന്നിരിക്കുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം വിഡ്ജറ്റായ മൈ ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡീഫോൾട്ട് സ്കെയിൽ വാല്യൂ എടുത്തിരിക്കുന്നത് 3.0 ആയിരിക്കും. നമുക്കിത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട, നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കതവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? അത് നെയിംഡ് പാരാമീറ്റർ ആയതുകൊണ്ട്. ഓക്കെ, നമുക്കതെങ്ങനെ പറഞ്ഞു കൊടുക്കാം നോക്കാം. കോമ നൽകാം. അതിനുശേഷം നമ്മുടെ എന്താണ് ഇനി പറഞ്ഞു കൊടുക്കേണ്ടത്? സ്കെയിൽ എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വാല്യൂ പറഞ്ഞു കൊടുക്കാം. ഞാൻ 6.0 കൊടുക്കുന്നു. എന്നിട്ട് ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹലോ എന്ന് പറയുന്ന ടെക്സ്റ്റ് വീണ്ടും സ്കെയിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് 6.0യിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ കോഡ് ബെറ്ററായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വിഡ്ജറ്റിനെ സെപ്പറേറ്റ് ഒരു ഫയലിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ ഫയൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ് ഫയലിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ ഗെറ്റിംഗ് ബെറ്റർ കോഡ് യൂസബിലിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു വിഡ്ജറ്റിനെ ഇവിടുന്ന് മാറ്റുകയാണ്. ഇതിനെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഡാറ്റ് ഫയലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. മൈ വിഡ്ജറ്റ് എന്ന് കൊടുക്കുന്നു. മൈ വിഡ്ജറ്റ് ടെക്സ്റ്റ് വ്യൂ. ഈ ഡാറ്റ് ഫയലിലേക്ക് ഞാനിതിനെ പേസ്റ്റ് ചെയ്യുന്നു. അതിന് മുൻപ് എന്ത് ചെയ്യണം? എൻ്റെ മെറ്റീരിയൽ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ഡാറ്റ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു മൈ വിഡ്ജറ്റ് ടെക്സ്റ്റ് വ്യൂ ഡോട്ട് ഡാറ്റ് എന്ന് പറയുന്ന ഫയലിനെ കസ്റ്റം ടെക്സ്റ്റ് ഡോട്ട് ഡാറ്റ് എന്ന് പറയുന്ന ഫയലിൽ കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈ വിഡ്ജറ്റ് ടെക്സ്റ്റ് വ്യൂ ഡോട്ട് ഡാറ്റ് എന്ന് പറയുന്ന ഫയലിനെ എനിക്ക്
എവിടെ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം? കസ്റ്റം ടെക്സ്റ്റ് ഡോട്ട് ഡാർട്ട് ഫയലിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്കിവിടെ എററാണ് വരുന്നത്. കാരണം എന്താണ്? മൈ ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് കസ്റ്റം ടെക്സ്റ്റ് ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന ഫയലിനെ സംബന്ധിച്ചോളം അതിനെപ്പറ്റി യാതൊരു ഐഡിയയില്ല. അങ്ങനെ ഒരു ഫംഗ്ഷനോ മെത്തേഡോ ഇത് കണ്ടിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? മൈ വിഡ്ജറ്റ് ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്ത് നൽകിയാൽ മതി. അതിനായിട്ട് ഇമ്പോർട്ട് മൈ വിഡ്ജറ്റ് ടെക്സ്റ്റ് വ്യൂ ഡോട്ട് ഡാർട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതെവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഇതിന് ഈ ഒരു പർട്ടിക്കുലർ ഫയലിന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്ത ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ബി അല്ലെങ്കിൽ കമാൻഡ് ബി പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ മൈ വിഡ്ജറ്റ് ടെക്സ്റ്റ് വ്യൂ ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന ഫയലിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ബിൽഡ് ചെയ്യാം.